നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാകുന്നു. പ്രഖ്യാപനം കേരളപ്പിറവി ദിനത്തിൽ. പ്രഖ്യാപനം ചരിത്രമാണെന്ന് മന്ത്രി എം വി രാജേഷ്. കൊല്ലം ജില്ലയെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു. നിരന്തരവും മികവുറ്റതുമായ പ്രവർത്തനങ്ങളാണ് അതിദാരിദ്ര്യമുക്തി എന്ന നേട്ടത്തിലേക്ക് എത്തിച്ചതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. 3973 കുടുംബങ്ങളെയാണ് ജില്ലയിൽ അതിദാരിദ്ര്യമുക്തമാക്കിയത്. പുനലൂർ മുക്കടവ് ആളുകേറാമലയിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം. ചങ്ങലയിൽ പൂട്ടാൻ ഉപയോഗിച്ച താക്കോൽ കണ്ടെത്തി. നിർണായക തെളിവാകുമെന്ന് പ്രതീക്ഷ. പടിഞ്ഞാറെ കല്ലടയിൽ വസ്ത്രനിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. 50 പേർക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന കല്ലട ബ്രാൻഡ് വസ്ത്രനിർമ്മാണ യൂണിറ്റാണ് ആരംഭിച്ചത്. തൊഴിൽ മേളയും നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി നാളെ കേരളത്തെ പ്രഖ്യാപിക്കുന്നതിൽ ചരിത്രം സൃഷ്ടിക്കുമെന്ന് മന്ത്രി എം വി രാജേഷ്. ഇതിലൂടെ മറ്റൊരു നേട്ടമാണ് കേരളം സ്വന്തമാക്കുന്നത്. വലിയ സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിൽ നിന്നും ലഭിച്ചത്. കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഈ നേട്ടം ചർച്ച ചെയ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി ശനിയാഴ്ച കേരളത്തെ പ്രഖ്യാപിക്കുന്നതിൽ ചരിത്രം സൃഷ്ടിക്കുമെന്ന് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു. ഇതിലൂടെ മറ്റൊരു നേട്ടമാണ് കേരളം സ്വന്തമാക്കുന്നത്. റേഷൻ കാർഡ്, ആധാർ, ഇതൊന്നുമില്ലാത്ത തിരിച്ചറിയാൻ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന രേഖകൾ പോലും ഇല്ലാത്ത ആളുകൾ, അവരെ അതിദരിദ്രരായിട്ട് കണ്ടത്, നിർവചിച്ചത്. സദൃശരായിട്ടുള്ള ആളുകൾ എന്ന് നമുക്ക് പറയാം. ജീവിച്ചിരിക്കുന്ന രേഖയില്ല, ആധാറില്ല, റേഷൻ കാർഡില്ല, തങ്ങൾ ഒന്നും തെളിയിക്കുന്ന ഒരു രേഖയുമില്ലാത്ത ഏറ്റവും നിസ്സഹായരായ മനുഷ്യർ. അവർക്ക് അതിജീവിക്കണമെങ്കിൽ സർക്കാരിന്റെയും സമൂഹത്തിന്റെയും പിന്തുണകൾ മാത്രമേ കഴിയൂ. ഇപ്പോ പല മാധ്യമ പ്രവർത്തകരും വളരെ ഗൗരവമായിട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്ന പലരും ഇത്തരം ഗുണഭോക്താക്കളുടെ വീടുകൾ അന്വേഷിച്ച് പോയ ശേഷം ആ അനുഭവങ്ങൾ ഞങ്ങളോട് പറയുണ്ടായി. എന്നോട് നേരിട്ട് പറഞ്ഞവരുണ്ട്, ഇങ്ങനൊരു പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു എന്നത്. അവർ പലരും അത് റിപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വലിയ സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിൽ നിന്നും ലഭിച്ചത്. കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഈ നേട്ടം ചർച്ച ചെയ്യപ്പെടുന്നുവെന്നും ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ ഗൗരവത്തോടെയാണ് ഇതിനെ കാണുന്നതെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ്. സർക്കാരിന് മാത്രമല്ല ഓരോ തദ്ദേശ സ്ഥാപനത്തിനും അഭിമാന നിമിഷമാണ് ശനിയാഴ്ച. ഈ കത്തിൽ ഒരു വലിയ കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ്, വിദഗ്ധർക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് തോന്നുന്നത്. അത് അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് കത്തിൽ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം, 2021 ജൂലൈ മുതൽ തുടർന്നു വന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലൂടെ ദാരിദ്ര്യമുക്തമാക്കി എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. അതല്ല സർക്കാരിന്റെ അവകാശവാദം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നതാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് ദാരിദ്ര്യമുള്ളവരുണ്ടാവും. പക്ഷെ അവർക്കും വരുമാനം, തൊഴിൽ ശേഷി എന്നിവയൊക്കെ വെച്ച് ചുരുങ്ങിയ നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവരാണ് അതിദരിദ്രരായിട്ടുള്ള ആളുകൾ. അടിസ്ഥാന സേവനങ്ങളൊന്നും ലഭിക്കാത്തവർ, അടിസ്ഥാന രേഖകൾ പോലും ഇല്ലാത്തവർ, അവരെ അതിൽ നിന്ന് രക്ഷിക്കുക എന്നതായിരുന്നു ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഉദ്ദേശം. എന്നാൽ ചില വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. ഇതിന്റെ ക്രെഡിറ്റ് മോദി ഗവൺമെന്റിനാണെന്ന പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ അതിദാരിദ്ര്യമുക്തമാക്കി ക്രെഡിറ്റ് അവർ ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനി ഇത് ചെയ്തു കാണിക്കാൻ 27 സംസ്ഥാനങ്ങളുണ്ട്. അതുകൂടി നടപ്പാക്കിയ ശേഷം BJP ക്രെഡിറ്റ് ഏറ്റെടുക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ. ഡോക്ടർ BR അംബേദ്കർ സാംസ്കാരിക പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട ഭരണിക്കാവിലാണ് സാംസ്കാരിക പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. മന്ത്രി OR കേളു ഉദ്ഘാടനം നിർവഹിച്ചു.
ശാസ്താംകോട്ട ഭരണിക്കാവിലാണ് ഡോക്ടർ BR അംബേദ്കർ സാംസ്കാരിക പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പഠന കേന്ദ്രം നിർമ്മിച്ചത്. മന്ത്രി OR കേളു ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പട്ടികജാതി പട്ടികവർഗ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കറുടെ നാമധേയത്തിൽ ഒരു സാംസ്കാരിക പഠന കേന്ദ്രം നിർമ്മിച്ച് നമ്മുടെ നാടിന് സമർപ്പിക്കപ്പെടുന്നു എന്നറിഞ്ഞതിൽ വളരെ അതിയായ സന്തോഷമുണ്ട്. അംബേദ്കറെ സംബന്ധിച്ച് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ നമ്മുടെ രാജ്യത്ത് ഒരു കാലഘട്ടത്തിൽ അടിസ്ഥാന വർഗത്തിൽ ജനിക്കുകയും തീക്ഷ്ണമായിട്ടുള്ള ഒട്ടനവധി ജീവിത അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ സമൂഹത്തിൽ അടിസ്ഥാന വർഗത്തിൻ്റെ ഉയർച്ചയ്ക്കും സാംസ്കാരിക ഉന്നമനത്തിനും വേണ്ടി അഹോരാത്രം പോരാടിയിട്ടുള്ള ഒരു മഹാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ വളരെ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായി നിയമനിർമ്മാണം നടത്തുമ്പോൾ അത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ നിർണായകമായിരുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു സമുദായം, ഹിന്ദു മതമല്ല, ഹിന്ദു തീവ്രവാദ സ്വഭാവമുള്ളവർ മനുസ്മൃതിയെ ഉയർത്തിപ്പിടിക്കുമ്പോൾ, അതായത് ജാതിയെ ഉയർത്തിപ്പിടിക്കുമ്പോൾ, സ്ത്രീ വിദ്വേഷത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിൽ പ്രതിഷേധിച്ച് മനുവിന്റെ കൃതികൾ, മനുസ്മൃതി എന്ന കൃതി തന്നെ തീയിലിട്ട് എരിച്ചുകൊണ്ടാണ് അംബേദ്കർ പ്രതികരിച്ചത്. ഇപ്പൊ നമുക്ക് അത്രമാത്രം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നത് വേറെ കാര്യം. പക്ഷേ അവിടെ ഒരു പുസ്തകം കത്തിക്കലല്ല ചെയ്തത്, മറിച്ച് ഒരു ആശയത്തെ എതിർക്കുകയാണ് അംബേദ്കർ ചെയ്തത്. അപ്പൊ ഡോക്ടർ BR അംബേദ്കറിന്റെ അത്തരം പ്രവർത്തനങ്ങളോട് വിയോജിപ്പുള്ളവരാണ് അങ്ങനെ ഒരു സമീപനം എടുത്തത് എന്ന് കാണുമ്പോൾ അംബേദ്കറെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള പുതിയ തലമുറ മാത്രമല്ല, അത് നമ്മൾ സാധാരണ പറയാറുണ്ട്, സ്കൂൾ വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ, പുതിയ തലമുറ, അങ്ങനെയല്ല. ഇപ്പൊ എല്ലാവരെയും നമ്മൾ അക്ഷരം വയ്യാത്തവരെ കൂടി അക്ഷരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ഗീത സ്വാഗതം പറഞ്ഞു. ലൈബ്രറി ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോൻ MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മണ്ഡലത്തിൽ ഇന്ന് ധാരാളം പരിപാടികൾ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെല്ലാം ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ മനോഹരമായ നമ്മുടെ ചേരൂർ പുഞ്ചയിൽ അതിവിശാലമായിട്ടുള്ള വിനോദസഞ്ചാരം, ടൂറിസം എങ്ങനെ ഡെവലപ്മെന്റ് ചെയ്യാം എന്നുള്ള ഒരു കരുതൽ നടപടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നടത്തപ്പെടുകയുണ്ടായി. വളരെ നന്നായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറേ കല്ലടയിൽ തന്നെ നൂതനമായ ചില പരിഷ്കാരങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയും നമ്മുടെ ധനകാര്യമന്ത്രി എത്തുകയുണ്ടായി. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R സുന്ദരേശൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാകേഷ്, R ഉഷാകുമാരി, അനിൽ തുമ്പോടൻ, K പ്രസന്നകുമാരി, TR ശങ്കരപിള്ള, RS അനിൽ, Y ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പുനലൂർ മുക്കടവ് ആളുകേറാമലയിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ മൃതദേഹം ചങ്ങലയിൽ പൂട്ടാൻ ഉപയോഗിച്ച താക്കോൽ കണ്ടെത്തി. വെള്ളിയാഴ്ച നടത്തിയ തിരച്ചിലിലാണ് താക്കോൽ കണ്ടെത്തിയത്. ഇത് നിർണായക തെളിവാകുമെന്നാണ് പ്രതീക്ഷ. പുനലൂർ മുക്കടവ് ആളുകേറാമലയിൽ റബ്ബർ തോട്ടത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തി മാസങ്ങൾക്ക് ശേഷമാണ് കൊലപാതകത്തിന്റെ നിർണായക തെളിവായ മൃതദേഹം ചങ്ങലയിൽ പൂട്ടാൻ ഉപയോഗിച്ച താക്കോൽ കണ്ടെത്തുന്നത്. മൃതദേഹം ചങ്ങലയിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിച്ച പൂട്ടിന്റെ താക്കോലാണ് വെള്ളിയാഴ്ച നടത്തിയ തിരച്ചിലിൽ പോലീസ് കണ്ടെത്തിയത്. മൃതദേഹം കണ്ടെത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയും ആരാണ് കൊല്ലപ്പെട്ടതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നിർണായക തെളിവായ താക്കോൽ ലഭിച്ചത്. മാസങ്ങൾ പിന്നിട്ടിട്ടും കേസിന്റെ അന്വേഷണം മന്ദഗതിയിലാണെന്ന് കാണിച്ച് നിരവധി പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിരുന്നു. കേസിന് പുരോഗതിയില്ലാത്തതിനാൽ തന്നെ ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. കാന്താരി ശേഖരിക്കാൻ മലയിലേക്ക് പോയ പ്രദേശവാസിയാണ് മൃതദേഹം ആദ്യം കണ്ടത്. കണ്ടെത്തുമ്പോൾ മൃതദേഹത്തിന് ഒരാഴ്ചയോളം പഴക്കമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലാ ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം നടത്തി. കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം നടത്തിയത്. മിനി ദിശ എന്ന പേരിലായിരുന്നു പരിപാടി. കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെൽ കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയുടെ നേതൃത്വത്തിലാണ് ഹയർ സ്റ്റഡീസ് എക്സ്പോ സംഘടിപ്പിച്ചത്. പതാരം SM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എക്സ്പോ നടത്തിയത്. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു. വിരുദ്ധ
സീറ്റുകളുടെ എണ്ണം പരിശോധിച്ചാൽ ഇന്ന് ഫില്ല് ചെയ്യാതെ കിടക്കുന്നു പല കോളേജുകളിലും എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ഒത്തിരി പഠിച്ചു പോകുന്നത് കൊണ്ട് വലിയ കാര്യമില്ല. ഒരു ഹയർ സെക്കൻഡറി നിലവാരം കഴിഞ്ഞാൽ തൊഴിൽ അധിഷ്ഠിത കോഴ്സ് എന്ന ധാരണയിലേക്ക് കേരളത്തിന്റെ പൊതുസമൂഹം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പൊതു യാഥാർത്ഥ്യമാണ്. ആ വസ്തുതയടക്കം ബോധ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയുള്ള പ്രദർശനങ്ങളും മറ്റ് പരിപാടികളും ബോധവൽക്കരണ ക്ലാസുകളും മറ്റും സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇന്നും നാളെയുമായി നടക്കുന്ന പ്രദർശനങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം ഏതാണ്ട് 30ഓളം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രദർശനങ്ങളുണ്ട്. ശൂർനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SK ശ്രീജ അധ്യക്ഷത വഹിച്ചു. കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ അംബിക റോബർട്ട് സ്വാഗതം പറഞ്ഞു. ഡോക്ടർ അസീം CM, ഡോക്ടർ ഷാജിദ S എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. അജിത S മുഖ്യപ്രഭാഷണം നടത്തി. മിനി ദിശ പരിപാടിയുടെ വിശദീകരണം ജില്ലാ കോർഡിനേറ്റർ കൊച്ചനുജൻ N നിർവഹിച്ചു. G നന്ദകുമാർ കരിയർ സന്ദേശം നൽകി. M അബ്ദുൽ ലത്തീഫ്, S ശശികല, ഷീജ N, പോൾ ആന്റണി, ജയകുമാർ L, കശ്മീർ തോമസ്, മാത്യു പ്രകാശ്, അനിൽകുമാർ G, ഡോക്ടർ K സന്ധ്യാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ചോർന്നൊലിക്കുന്ന വീട്ടിൽ ഒറ്റപ്പെട്ട് വയോധികൻ. രണ്ടായി പിളർന്ന് തകർന്നു വീഴാറായ ഓടിട്ട വീട്ടിൽ വയോധികയുടെ ജീവിതം. പെരിനാട് ഗ്രാമപഞ്ചായത്തിൽ 7ാം വാർഡ് ചിറക്കോണത്താണ് 2 വീടുകളിൽ 2 പേർ ദുരിത ജീവിതം നയിക്കുന്നത്. കേരളപുരം ചിറക്കോണത്താണ് പ്ലൈവുഡ് കൊണ്ട് തറച്ച മേൽക്കൂര തകർന്ന വീടുള്ളത്. ചിറക്കോണം വയലിത്തറ വീട്ടിൽ സുരേന്ദ്രനാചാരി താമസിക്കുന്ന വീടാണിത്. തകർന്നു വീഴാറായ വീടിന്റെ അവസ്ഥ കാണിച്ച് പലയിടങ്ങളിലും അപേക്ഷ നൽകി. യാതൊരു നടപടിയും ഉണ്ടായില്ല. സുരേന്ദ്രനാചാര്യയുടെ ഭാര്യ 1 വർഷം മുമ്പാണ് മരിച്ചത്. 15 വർഷമായി ഇദ്ദേഹം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. മഴ പെയ്താൽ പുറത്തിറങ്ങാൻ പറ്റാതെ മുട്ടൊപ്പം വെള്ളത്തിലാണ് ഈ ഭാഗം. വാർദ്ധക്യമായതിനാൽ ജോലിക്ക് പോകാനും കഴിയാത്ത സ്ഥിതിയാണ്. പെൻഷൻ തുകയും റേഷനരിയുമാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 15 വർഷമായി ഇവിടെ താമസമായിട്ട് 3ാമത്തെ മെമ്പറാണ്. വീട് തരാമെന്ന് പറയുന്ന അല്ലാതെ ആരും അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നതേ ഇല്ല. എൻ്റെ ഒരു വീട് മാത്രമേ ഉള്ളൂ. മഴ പെയ്താൽ കുട പിടിച്ചുകൊണ്ട് അകത്തിരിക്കണം. അപേക്ഷ തരാൻ ജീവിക്കുന്നത്. പക്ഷെ ആരും ഒന്നും തരാനില്ല. ഭാര്യയും മോനും ഉള്ളതും വെള്ളപ്പെട്ട് ഒറ്റപ്പെട്ട ജീവിതം. എനിക്ക് പറയാനുള്ളത് ഇത്രയുള്ള എനിക്ക് ഒരു വീട് വേണം. ജോലി എന്തോ? ജോലി കൂലിപ്പണി, പോച്ച പറിക്കാനും നിവർത്തിയില്ല. ഒരു മാസത്തിൽ 10 ദിവസമെങ്കിലും പട്ടിണി കിടക്കും. ആ ശരിയാണ്, ആരുമില്ല തല. മഴയായി കഴിഞ്ഞാൽ കുടയും പിടിച്ചിരിക്കേണ്ട അവസ്ഥയാണ് വീടിനുള്ളിൽ. വീടിന്റെ ഷീറ്റുകൾ തുരുമ്പിച്ച് തകർന്ന നിലയിലാണ്. 6 സെന്റ് വസ്തുവിലാണ് തകർന്നു വീഴാറായ ഷെഡ് വെച്ചിട്ടുള്ളത്. മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ മറ്റുള്ളവരുടെ പുരയിടത്തിലൂടെയാണ് റോഡിലേക്ക് യാത്ര ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് ഒരു മകനുണ്ടായിരുന്നെങ്കിലും നേരത്തെ മരിച്ചു. പെൺമക്കളെ ദൂരസ്ഥലങ്ങളിലാണ് കെട്ടിച്ചു വിട്ടത്. ചിറക്കോണം വയലിത്തറ പുത്തൻവീട്ടിൽ 72കാരിയായ പൊന്നമ്മയുടെ ദുസ്ഥിതിയാണ് മറ്റൊന്ന്. വീട് 2ആയി പിളർന്നു നിൽക്കുന്ന സ്ഥിതിയാണ്. വീട് നന്നാക്കി കിട്ടാനായി മുട്ടാത്ത വാതിലുകൾ ഇനിയില്ല. പെരിനാട് ഗ്രാമപഞ്ചായത്തിൽ നിരവധി പരാതി നൽകിയെങ്കിലും ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് ബന്ധുക്കളും പറയുന്നു. അമ്മയുടെ വീട് കണ്ട് ഇടിഞ്ഞ് ഏത് സമയവും നിലത്ത് വീഴാറായിട്ടിരിക്കുകയാണ്. ഓരോ മഴയൊക്കെ വരുമ്പോൾ എനിക്ക് ഭയമാണ്. പിന്നെ 2 നവകേരളയിലും പരാതി കൊടുത്ത് ലൈഫിൻ്റെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു. ഈ മെമ്പർമാർ അതൊന്നും ശരിയാക്കി തന്നിട്ടില്ല. പഞ്ചായത്തിൽ ചെന്നപ്പോൾ VO വന്ന് വെരിഫിക്കേഷൻ വന്നപ്പോൾ മെമ്പർമാർ കൂടെ വന്നില്ല എന്നാണ് പറഞ്ഞത്. വീണ്ടും ഞാൻ നവകേരളയിൽ പരാതി കൊടുത്തു, എന്നിട്ടും അനുവദിച്ചില്ല. പിന്നെ ഇപ്പോൾ ഈ പ്രകൃതിയുടെ ഇത് വന്നപ്പോഴും ഞാൻ വില്ലേജ് ഓഫീസർക്കൊക്കെ പരാതി കൊടുത്തു. അവർ വന്ന് പറഞ്ഞത് വീട് വാടകയ്ക്കെടുത്ത് അമ്മയെ വേറെ താമസിപ്പിക്കുക. എനിക്കിപ്പോൾ വാടക കൊടുക്കാൻ നിവൃത്തിയൊന്നുമില്ല. കാരണം എനിക്ക് 2 പെൺകുട്ടികളെയാണ് ഞാൻ വളർത്തുന്നത്. അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തെങ്കിലും ചെയ്യിപ്പിച്ച് കൊടുക്കണം. എനിക്ക് ലൈഫിൻ്റെ വീട്ടിൽ 420 സ്ക്വയർ ഫീറ്ററാണ്. അതിനകത്ത് 2 മുറിയേ കെട്ടാൻ പറ്റുള്ളൂ. അത് തന്നെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഒരു ഭാഗത്തെ മേൽക്കൂര തകർന്ന അവസ്ഥയിലാണ്. തൊട്ടടുത്ത് മകൾ താമസിക്കുന്നുണ്ടെങ്കിലും മകൾക്ക് ലൈഫ് പദ്ധതി പ്രകാരം കിട്ടിയ 2 മുറി വീടാണുള്ളത്. ഇവരുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു. തെക്കുംഭാഗം നടക്കാവിലാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത്. ഡോക്ടർ സുജിത് വിജയൻ പിള്ള MLA ഉദ്ഘാടനം നിർവഹിച്ചു.
ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓപ്പൺ എയർ ഓഡിറ്റോറിയമാണ് തെക്കുംഭാഗം നടക്കാവിൽ തുറന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിച്ചത്. ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA നിർവഹിച്ചു. ഭരണസമിതി അംഗങ്ങൾ എല്ലാവരെയും തന്നെ കഴിഞ്ഞ 5 വർഷത്തെ നിരന്തരമായിട്ടുള്ള പ്രയത്നങ്ങൾക്കും അവർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് തുടർന്നും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവരുടെ അനുവാദത്തോടെ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സാംസ്കാരിക സമ്മേളനം നടക്കുമ്പോൾ, ഒരു പൊതുപരിപാടികൾ നടക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കണമെന്ന ആവശ്യം അത് വളരെ കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഒരു ബഡ്ജറ്റ് ചർച്ചയുടെ ഭാഗമായി TM പ്രസന്നനുള്ളിത്താൻ വളരെ ആവേശപൂർവ്വം പറയുകയുണ്ടായി, നമുക്ക് തെക്കുംഭാഗം മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ബ്ലോക്ക് ഡിവിഷൻ അല്ല, അദ്ദേഹം ആവശ്യപ്പെട്ടതാണെന്ന് വളരെ അഭിമാനബോധത്തോടുകൂടി പറയാൻ സാധിക്കും. തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ CP സുധീഷ് കുമാർ, S സോമൻ എന്നിവർ മുഖ്യാതിഥികളായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം, M പ്രസന്നൻ ഉണ്ണിത്താൻ, ജോസ്, ജിജി, രഞ്ജിത്ത്, ഷാജി S പള്ളിപ്പാടൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പിള്ള, സജിമോൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശിവകുമാർ, പഞ്ചായത്ത് അംഗം സീതാലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. സന്തോഷവും സമാധാനവുമുള്ള നാടായി കേരളത്തെ മാറ്റുകയാണ് LDF സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കരുനാഗപ്പള്ളി നഗരസഭയിൽ അതിദരിദ്രരായ 4 കുടുംബങ്ങൾക്ക് നിർമ്മിച്ച വീടുകളുടെ താക്കോൽ കൈമാറുകയായിരുന്നു മന്ത്രി. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെയും വീട്ടമ്മമാരെയും യുവാക്കളെയും കർഷകരെയും സർക്കാർ ജീവനക്കാരെയും ചേർത്ത് പിടിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായതെന്നും മന്ത്രി പറഞ്ഞു. കരുനാഗപ്പള്ളി നഗരസഭയിലെ അതിദരിദ്രരായ 4 കുടുംബങ്ങൾക്കായി നിർമ്മിച്ച വീടുകളുടെ താക്കോലാണ് മന്ത്രി KN ബാലഗോപാൽ കൈമാറിയത്. സന്തോഷവും സമാധാനവുമുള്ള നാടായി കേരളത്തെ മാറ്റുകയാണ് LDF സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ മന്ത്രിസഭാ യോഗമെടുത്ത തീരുമാനങ്ങൾ അതിലേക്ക് ലക്ഷ്യം വെക്കുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തലചായ്ക്കാൻ ഇടവില്ലാത്ത ഒരാളും ഉണ്ടാവരുത് എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. സർക്കാരിന്റെ ലൈഫ് പദ്ധതി അതാണ്. ഇനി ഒരു 3 ലക്ഷത്തോളം പേർക്ക് വീട് വെച്ചു കൊടുത്താൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എല്ലാവർക്കും സമ്പൂർണ്ണ പാർപ്പിടമുള്ള വീടാവും എന്നുള്ള സ്ഥിതിയാണുള്ളത്. എല്ലാ മേഖലയിലും നമ്മുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇവിടെ മനസ്സോടിത്തിരി മണ്ണ് എന്ന പദ്ധതി അനുസരിച്ചിട്ട് ആളുകൾ സ്ഥലം കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇവർ ചെയ്തതുപോലെ വീട് വെക്കാൻ സഹായിക്കുന്നുണ്ട്. സഹകരണ സംഘങ്ങൾ വീട് വെച്ചു കൊടുത്തു. പഞ്ചായത്തുകളുടെ വലിയ മുൻകൈയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും സംസ്ഥാന സർക്കാരും ചേർന്നുള്ള പരിപാടികളുണ്ട്. CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ്, വൈസ് ചെയർപേഴ്സൺ ഷഹന നസീം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ M ശോഭന, S ഇന്ദുലേഖ, ഡോക്ടർ P മീന, മഹേഷ് ജയരാജ്, റെജി ഫോട്ടോ പാർക്ക്, നഗരസഭാ മുൻ ചെയർമാൻ കോട്ടയിൽ രാജു, സെക്രട്ടറി സന്ദീപ് കുമാർ, സൂപ്രണ്ട് ഫെമി, ഹെൽത്ത് സൂപ്പർവൈസർ ഫൈസൽ, നഗരസഭാ എഞ്ചിനീയർ ബിജു, CDS ചെയർപേഴ്സൺ ഷീബ തുടങ്ങിയവർ പങ്കെടുത്തു. സർവേയിലൂടെ കണ്ടെത്തിയ അതിദരിദ്ര കുടുംബങ്ങളായ 4 പേർക്കാണ് നഗരസഭയുടെ അധീനതയിൽ മൂത്തേത്ത് കടവിലുള്ള 28 സെന്റ് ഭൂമിയിൽ നിന്നും 3 സെന്റ് ഭൂമി വീതം സൗജന്യമായി നൽകി വീട് വെച്ചു നൽകിയത്. വിവിധ സന്നദ്ധ സംഘടനകളും വ്യക്തികളും കൂടി നൽകിയതും നഗരസഭാ വിഹിതവും ചേർത്താണ് വീടുകൾ പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊല്ലം ജില്ലയെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു. നിരന്തരവും മികവുറ്റവുമായ പ്രവർത്തനങ്ങളാണ് അതിദാരിദ്ര്യമുക്തി എന്ന നേട്ടത്തിലേക്ക് എത്തിച്ചതെന്ന് പ്രഖ്യാപനം നിർവഹിച്ച മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. 3973 കുടുംബങ്ങളെയാണ് ജില്ലയിൽ അതിദാരിദ്ര്യമുക്തമാക്കിയത്. ഇതിൽ 878 കുടുംബങ്ങൾക്ക് വീടും നിർമ്മിച്ചു നൽകി. വിവിധ മേഖലകളിലായി നടത്തിയ നിരന്തരവും മികവുറ്റതുമായ പ്രവർത്തനങ്ങളാണ് അതിദാരിദ്ര്യമുക്തി എന്ന ചരിത്ര നേട്ടത്തിന് സഹായകമായതെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ നടത്തിയ ചടങ്ങിൽ കൊല്ലം ജില്ലയെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നീ അടിസ്ഥാന ആവശ്യങ്ങൾ കൂടാതെ വരുമാനം ഉറപ്പാക്കൽ, ചികിത്സ, വിദ്യാഭ്യാസ സഹായം, സാമ്പത്തിക സഹായം എന്നിവയും പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കി. 3973 കുടുംബങ്ങളെയാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കിയത്. 2180 കുടുംബങ്ങൾക്ക് ഭക്ഷണം ഉറപ്പാക്കി. 2226 കുടുംബങ്ങൾക്ക് ആരോഗ്യ സേവനവും 292 കുടുംബങ്ങൾക്ക് വരുമാനവും ഉറപ്പാക്കി. 878 കുടുംബങ്ങൾക്ക് പാർപ്പിടവും നിർമ്മിച്ചു നൽകിയെന്ന് മന്ത്രി പറഞ്ഞു. ഈ ദാരിദ്ര്യാവസ്ഥ ഇല്ലാതാക്കാനുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ജീവിതം മെച്ചപ്പെടുത്താൻ ദാരിദ്ര്യം എന്ന് പറയുന്നതിന് തന്നെ വ്യത്യാസം വരും ഓരോ കാലത്തും. ഇപ്പോ പഠിക്കാൻ അത്യാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളില്ലെങ്കിൽ നമ്മൾ കോവിഡ് സമയത്ത് ഒരു ഡിജിറ്റലായിട്ടുള്ള എന്തെങ്കിലും ഉപകരണം ഇല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല. നമ്മൾ ഓൺലൈൻ പഠനം തീരുമാനിച്ചു. ആ സമയത്ത് ഡിജിറ്റൽ ഉപകരണം ഇല്ലാത്തത് ഒരു ബുദ്ധിമുട്ടിലേക്ക് വരും. അപ്പൊ നമ്മുടെ റൊട്ടി കപ്പട മക്കാൻ എന്ന് പറയുന്ന പഴയ മുദ്രാവാക്യത്തിന്റെ കാലമുണ്ട്. റൊട്ടിയും ഭക്ഷണം, വസ്ത്രവും, കപ്പട ഔർ മക്കാൻ, വീട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ N ദേവിദാസ് പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു.
ഡെപ്യൂട്ടി മേയർ എസ് ജയൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി ജയദേവി മോഹൻ, കില കൊട്ടാരക്കര ഡെപ്യൂട്ടി ഡയറക്ടർ കെ അനു, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ജില്ലാ നോഡൽ ഓഫീസർ ബി ശ്രീഭാഷ്, പ്ലാനിംഗ് ഓഫീസർ MR ജയഗീത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച നേട്ടം കൈവരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞതായി മന്ത്രി KN ബാലഗോപാൽ. ജില്ലാ ആശുപത്രികളിൽ ആധുനിക സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കുലശേഖരപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിനാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനം വളരെയധികം പുരോഗതി കൈവരിച്ചതായി മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ ആശുപത്രികളിൽ ആധുനിക സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതുപോലെ ധാരാളം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. നമ്മുടെ നാട്ടിൽ കൂടുതൽ സൗകര്യങ്ങൾ വരിക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്, അടിസ്ഥാന സൗകര്യം. അതോടൊപ്പം തന്നെ ഏറ്റവും സാധാരണക്കാരുടെ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം ഗവൺമെന്റുകൾക്ക്, അല്ലെങ്കിൽ കാര്യമില്ല. പഞ്ചായത്തിന്റെ മുൻകൈയിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നലെ ക്യാബിനറ്റിൽ പ്രഖ്യാപിച്ച സാമൂഹ്യക്ഷേമ രംഗത്തെ പ്രവർത്തനം ഞാൻ ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. അതിനകത്ത് ക്ഷേമ പെൻഷൻ, പത്രങ്ങളൊക്കെ ഗോസിപ്പ് നടത്തിയത് 1800 വരെ 2000 രൂപയായിട്ട് ക്ഷേമ പെൻഷൻ ഇന്നലെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. വീട്ടമ്മമാർക്ക് എന്തെങ്കിലും ഒരു ക്ഷേമ പദ്ധതി വേണം. പെൻഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഉള്ളവർക്കാണല്ലോ പെൻഷൻ. അല്ല, അവർക്കൊരു സാമൂഹ്യ സുരക്ഷാ പദ്ധതി മാനദണ്ഡങ്ങൾ ആയി വരും. അത് 1000 രൂപ വെച്ച് മാസം കൊടുക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു. CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് കാലാവധി പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ ഒട്ടനവധി പദ്ധതികൾ പൂർത്തിയാക്കുകയും ഒട്ടനവധി പദ്ധതികൾ തുടങ്ങിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പൂർത്തിയാക്കാൻ നേതൃത്വം കൊടുത്ത പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ദിവസേന 280 ആളുകൾ, പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള രോഗികൾ ആശുപത്രിയിലേക്ക് വരുന്ന ഇവിടം വളരെ മനോഹരമായി ഒരു കെട്ടിടം പണി പൂർത്തീകരിച്ച് ഈ കാലാവധിക്ക് മുമ്പ് തന്നെ നമ്മൾ അതിന്റെ ഉദ്ഘാടനം സാധാരണക്കാർക്ക് തുറന്നു കൊടുക്കുകയാണ്. മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ വയോജനങ്ങൾക്കുള്ള സഹായോപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം, ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേശ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ നാസർ, ജില്ലാ പഞ്ചായത്ത് അംഗം കേളി ഷൺമുഖൻ, PK സാവിത്രി, PS അബ്ദുൽ സലാം, രജിത രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. CR മഹേഷ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപയും ഗ്രാമപഞ്ചായത്ത് വിഹിതമായ 30 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പടിഞ്ഞാറെ കല്ലടയിൽ വസ്ത്രനിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. 50 പേർക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന കല്ലട ബ്രാൻഡ് വസ്ത്രനിർമ്മാണ യൂണിറ്റാണ് ആരംഭിച്ചത്. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് തൊഴിൽ മേളയും സംഘടിപ്പിച്ചു. വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി പടിഞ്ഞാറെ കല്ലടയിൽ വസ്ത്രനിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനികമായ കാര്യങ്ങൾ ചെയ്യുന്നു. ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നു. ആ പഞ്ചായത്തിന്റെ പുതിയ AC അടക്കം പഠിപ്പിച്ചിട്ട് അവിടെ ഒരു ഭക്ഷണശാല ഉൾപ്പെടെ അടുക്കള ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി വിജയകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇന്നലെ സംസ്ഥാന ഗവൺമെന്റ് വിവിധ മേഖലകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് പ്രഖ്യാപിക്കുന്ന കാര്യമല്ലെന്ന് എനിക്കറിയാം. കാരണം ഇത് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ കഴിഞ്ഞിട്ടാണ് സാധാരണ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ 6 മാസം മുമ്പ് പ്രഖ്യാപിച്ചത് തന്നെ ഇത് കൃത്യമായി ചെയ്യാൻ ഉത്തരവാദിത്തമുണ്ട്, ചെയ്യും ഈ ഗവൺമെന്റ് എന്ന് ഉള്ള വിശ്വാസം കൊണ്ടാണ്. അത് അവസാനം ചെയ്യുന്നതല്ല, അപ്പോൾ അത് ചെയ്യും. അതെല്ലാ മേഖലയിലും ക്ഷേമ പെൻഷന്റെ അവസ്ഥ, പത്രക്കാരുടെ പെൻഷൻ പോലെ 200 രൂപ വർദ്ധിപ്പിക്കുമെന്നാണ് 2000 രൂപയായി. വീട്ടമ്മമാർക്ക് ഒരു സുരക്ഷാ പദ്ധതി 1000 രൂപ വെച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 35-നും 60-നും ഇടയിൽ ചില മാനദണ്ഡം വെച്ചിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം ഒരേപോലെ അല്ല. 50 പേർക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന കല്ലട ബ്രാൻഡ് വസ്ത്രനിർമ്മാണ യൂണിറ്റാണ് ആരംഭിച്ചത്. പരിപാടിയുടെ ഭാഗമായി തൊഴിൽ മേളയും സംഘടിപ്പിച്ചു. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിച്ചു. നാടായി നമുക്ക് മാറ്റണം. അതിന് കുടുംബശ്രീയും മറ്റുള്ളവരുമെല്ലാം നടത്തിയിട്ടുള്ള അശ്രാന്ത ശ്രമകരമായിട്ടുള്ള ദൗത്യം, അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് അവരെ കണ്ടെത്താനും അവർക്ക് വീടില്ലെങ്കിൽ വീട് വെച്ചു കൊടുക്കാനും വസ്തുവില്ലെങ്കിൽ വസ്തു വാങ്ങിക്കൊടുത്ത് വീട് വെച്ചു കൊടുക്കാനും ഒക്കെയുള്ള കർമ്മ പദ്ധതികളുമായിട്ടാണ് നമുക്ക് പോകാൻ കഴിയുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V രതീഷ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ K സുധീർ, J അംബികകുമാരി, ഉഷാലയം ശിവരാജൻ, CDS അധ്യക്ഷ വിജയ നിർമ്മല, ഡോക്ടർ ബിജു, കുടുംബശ്രീ മിഷൻ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അരുൺ, പഞ്ചായത്ത് സെക്രട്ടറി ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ദേശീയ ഏകതാ ദിനത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. അഞ്ചൽ പോലീസും SPCയും ചേർന്നാണ് കൂട്ടയോട്ടം നടത്തിയത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായി ആഘോഷിക്കുന്ന ദേശീയ ഏകതാ ദിനത്തിലാണ് ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. അഞ്ചൽ പോലീസും SPCയും ചേർന്നാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. അഞ്ചൽ SHO ഹരീഷ് കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട SPC പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട്, അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും SPC പ്രോജക്റ്റും ചേർന്നിട്ട് 2 കിലോമീറ്റർ ഓട്ടം, ഡ്രഗ്സിനെതിരെയുള്ള ലഹരിക്കെതിരെയുള്ള 2 കിലോമീറ്റർ ഓട്ടം, അതിൻ്റെ ഭാഗമായിട്ട് 2 കിലോമീറ്റർ ഓട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അഞ്ചൽ ഈസ്റ്റ് സ്കൂളിൻ്റെയും അഞ്ചൽ വെസ്റ്റ് സ്കൂളിൻ്റെയും SPC യൂണിറ്റുകളാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. കേരളം മൊത്തത്തിൽ ഇന്ന് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അഞ്ചൽ ഈസ്റ്റ് സ്കൂളിൻ്റെ റണ്ണിങ് നമ്മൾ സ്കൂളിൽ നിന്ന് ആരംഭിച്ച് ഈ കൊളറപ്പാല ജംഗ്ഷൻ വരെ 2 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കുട്ടികൾ. അപ്പോൾ വളരെ നല്ല രീതിയിലാണ് കുട്ടികൾ ഇതിനകത്ത് ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ ലഹരിക്കെതിരെ നടത്തുന്ന ബോധവൽക്കരണ ക്ലാസ്സുകളിൽ എല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് SPC യൂണിറ്റുമായി ഭാഗപ്പെട്ട്. അഞ്ചൽ ഈസ്റ്റ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം അഞ്ചൽ ടൗൺ ചുറ്റി ബൈപ്പാസ് വഴി അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ അവസാനിച്ചു. അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും SPC കേഡറ്റുകൾ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. അഞ്ചൽ SI മോനീഷ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി. അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ, SPC ഉദ്യോഗസ്ഥർ, അധ്യാപകർ തുടങ്ങിയവർ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. SNDP യോഗം പുനലൂർ പത്തനാപുരം യൂണിയനുകളുടെ പരിധിയിലുള്ള ശാഖാതല നേതൃത്വ സംഗമം ഞായറാഴ്ച പുനലൂരിൽ നടക്കും. വാളക്കോട് ഏരീസ് കൺവെൻഷൻ സെന്ററിൽ രാവിലെ 9 മുതലാണ് സംഗമം. സംഘടനാ പ്രവർത്തനങ്ങളിൽ കാലോചിതമായി വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് ആലോചിക്കാനാണ് സംഗമം നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സമുദായത്തിന് അർഹിച്ച പരിഗണന വേണമെന്ന് SNDP പുനലൂർ യൂണിയൻ പ്രസിഡന്റ് T സുന്ദരേശൻ പറഞ്ഞു. ആര് സഹായിക്കുന്നുവോ അവരെ തിരിച്ച് സഹായിക്കുമെന്ന SNDP പുനലൂർ യൂണിയൻ പ്രസിഡന്റ് T സുന്ദരേശൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സമുദായത്തിന് അർഹിച്ച പരിഗണന വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. SNDP യൂണിയൻ പുനലൂർ പത്തനാപുരം ശാഖാതല നേതൃസംഗമം ഞായറാഴ്ച പുനലൂരിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഈ നേതൃത്വ സംഗമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട SNDP യോഗത്തിന്റെ സെക്രട്ടറി കൂടിയായ ശ്രീ വെള്ളാപ്പള്ളി നരേശൻ അവർ 30 വർഷം അദ്ദേഹത്തിന്റെ സേവനം പൂർത്തീകരിക്കുന്ന ആ ഒരു ആളാണ്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നരേശൻ അവർ പറയുന്ന ഓരോ വാക്കുകളും വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം 30 വർഷം സമുദായത്തെ നല്ല രീതിയിൽ നയിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പൊ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരെണ്ണം SNDP യോഗത്തിലില്ല. നേരത്തെയൊക്കെ ചില പ്രതിപക്ഷത്തിൽ ചില ആളുകളൊക്കെ വന്ന് ചില അലോരസങ്ങളെ പറഞ്ഞു എങ്കിൽ തന്നെ ഇപ്പം അങ്ങനെ ഒരു പ്രതിപക്ഷമില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ പ്രതിപക്ഷമില്ലാത്ത ഒരു സംഘടന എന്ന് പറയുന്നത് SNDP യോഗം തന്നെയാണ്. അതിന്റെ നേതൃത്വം വഹിക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നരേശൻ അവരാണ്. തീർച്ചയായിട്ടും ഈ നടക്കുന്ന സമ്മേളനത്തിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണം എന്നുള്ളതിനെ പറ്റി വിശദീകരിക്കുന്നതിനും തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നേതൃത്വ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. വാളക്കോട് ഏരീസ് കൺവെൻഷൻ സെന്ററിൽ രാവിലെ 9 മുതലാണ് സംഗമം. സംഘടനാ പ്രവർത്തനങ്ങളിൽ കാലോചിതമായി വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് ആലോചിക്കാനായാണ് സംഗമം നടത്തുന്നതെന്നും ഇരു യൂണിയനുകളിൽ നിന്നുമായി 4000 പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും യൂണിയൻ പ്രസിഡന്റ് T K സുന്ദരേശനും പത്തനാപുരം യൂണിയൻ പ്രസിഡന്റ് ആദങ്കോട് K ഷാജിയും പറഞ്ഞു. ശാഖ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, കുടുംബ യൂണിറ്റ് എന്നിവയുടെയും മറ്റ് പോഷക സംഘടനകളുടെയും ഭാരവാഹികളാണ് സംഗമത്തിൽ പങ്കെടുക്കുക. പുനലൂർ യൂണിയനിൽ നിന്ന് 2200 പേരും പത്തനാപുരം യൂണിയനിൽ നിന്ന് 1800 പേരും പങ്കെടുക്കും. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷത വഹിക്കും. വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണം നടത്തും. ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ് സംഘടനാ സന്ദേശം നൽകും. വാർത്താ സമ്മേളനത്തിൽ പുനലൂർ യൂണിയൻ സെക്രട്ടറി R ഹരിദാസ്, പത്തനാപുരം യൂണിയൻ സെക്രട്ടറി R ബിജു, പുനലൂർ യൂണിയൻ വൈസ് പ്രസിഡന്റ് AJ പ്രദീപ് എന്നിവരും പങ്കെടുത്തു. ഈഴവ സമുദായം നേരിടുന്ന പ്രശ്നങ്ങളും വരും കാലഘട്ടങ്ങളിൽ ഈഴവ സമുദായം എടുക്കേണ്ട നിലപാടുകളും ഇന്നത്തെ സാഹചര്യങ്ങളും വിലയിരുത്തുന്നതിനും
നേതാക്കന്മാരോട് സംവദിക്കുന്നതിനും വേണ്ടി 109 ശാഖായോഗങ്ങളിൽ പത്തനാപുരം, പുനലൂർ താലൂക്ക് യൂണിയനിലെ 109 ശാഖായോഗങ്ങളിലെ നേതാക്കന്മാർ മാത്രം. അതാണ് ഈ മീറ്റിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഭരണസമിതി അംഗങ്ങൾ, വനിതാ സംഘത്തിന്റെ 11 അംഗങ്ങൾ, മറ്റ് പോഷക സംഘങ്ങൾ 9ഓളം പോഷക സംഘടനകളുടെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ അടങ്ങുന്ന 30 പേരെ മാത്രമാണ് ഓരോ ശാഖായോഗങ്ങളിൽ നിന്നും ഈ മീറ്റിംഗിൽ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മീറ്റിംഗിൽ 4000-ഓളം പേർ പങ്കെടുക്കുമ്പോൾ നേതാക്കന്മാരിൽ ഈ സന്ദേശം പകരുകയും ആ സന്ദേശം അടിത്തട്ടിലേക്ക് ശാഖായോഗം പ്രവർത്തനം എത്തിക്കുക എന്നുള്ളതാണ് അതിനെയാണ് ജനറൽ സെക്രട്ടറിയുടെ ലക്ഷ്യം. ഇത് ജനറൽ സെക്രട്ടറി നേരിട്ട് അധ്യക്ഷത വഹിച്ച് ചെയ്യുന്ന ഒരു മഹത് പരിപാടിയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ ഉന്നതികളിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി മുള്ളിക്കാലയിലാണ് 2 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുമിച്ചുണരാം, ഒരുമിച്ചുയരാം, പുതിയൊരു പുലരിയൊരുക്കാം, പുതിയൊരു പുലരിയൊരുക്കാം. അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ മുള്ളിക്കാല 4-ാം വാർഡിൽ 2 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്. കാക്കത്തോട്, വയലിത്തറ പ്രദേശങ്ങളിലാണ് 2 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. പദ്ധതികളുടെ പൂർത്തീകരണ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നിർവഹിച്ചു. വലിയൊരു പഞ്ചായത്താണ്. എന്നാൽ ഭൂപ്രകൃതി കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു പഞ്ചായത്താണ്. പല വാർഡുകളും വളരെ താഴ്ന്ന പ്രദേശങ്ങളാണ്. അവിടെ എല്ലാം വെള്ളക്കെട്ടുകൾ ഉണ്ടാകാനുള്ള വലിയ സാധ്യതകളുണ്ട്. അപ്പോൾ റോഡുകൾ നിർമ്മിക്കുന്നത് മാത്രം തന്നെ വെള്ളക്കെട്ടുകൾ കാരണം കൊണ്ട് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ ആ രീതിയിൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് തേവലക്കര. അപ്പോൾ തേവലക്കര പ്രദേശത്തിൻ്റെ ഭൂവിസ്തൃതി കൊണ്ടും അതുപോലെ റോഡിൻ്റെ ശോച്യാവസ്ഥ കൊണ്ടും കൂടുതൽ ഫണ്ടുകൾ നൽകേണ്ട ഒരു ആവശ്യകത വരാറുണ്ട്. നമ്മൾ ഇവിടുത്തെ PWD റോഡുകളുടെ കാര്യം പറയുകയാണെങ്കിൽ PWD റോഡുകളെല്ലാം തന്നെ നമ്മൾ BMBC നിലവാരത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇതിനോടകം തന്നെ മാറ്റിക്കഴിഞ്ഞു. അതിപ്പം തേവലക്കരയിൽ അറിയാം, നിങ്ങൾ പോകുമ്പോൾ ഞാൻ പറയാതെ തന്നെ അറിയാം, പടപ്പനാല് മുതൽ വലിയത്തുമുക്കിലേക്കുള്ള റോഡാണെങ്കിലും പഞ്ചായത്തിന് മുക്കിലൂടെ, അതല്ല ചേനക്കരമുക്ക് മുതൽ കുറ്റിവട്ടത്തേക്കുള്ള റോഡാണെങ്കിലും പറമ്പിമുക്ക് വഴിയുള്ള റോഡാണെങ്കിലും കുന്നേമുക്കിൽ തെക്കോട്ടുള്ളതും അതുപോലെ തന്നെ പാവമ്പയിലേക്കുള്ള റോഡും പടപ്പനാൽ തെക്കോട്ടുള്ള റോഡുകളും അടക്കം ഇപ്പം ചേനക്കരമുക്കിൽ നിന്ന് കിഴക്കോട്ടുള്ള റോഡ് ഒരു റിപ്പയറിംഗ് വർക്ക് ചെയ്തെങ്കിലും റീടാറിങ്ങിന് വീണ്ടും നമ്മൾ 2 കോടി രൂപ ടെൻഡർ ആയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേക അനുമതി ഗവൺമെന്റിൽ നിന്നും ക്യാബിനറ്റിൽ നിന്നും പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ റീടാറിങ് ഒന്നുകൂടെ വരികയാണ്. തുടങ്ങി PWD റോഡുകൾ നമ്മുടെ തൊട്ടപ്പുറത്ത് കല്ലുംപുറത്ത് മുതൽ ബോട്ട് ജെട്ടി വരെയുള്ള അരിനെല്ലൂർ ബോട്ട് ജെട്ടി വരെയുള്ള ഫിലിപ്പച്ചാൻ്റെ വാർഡിലൂടെയുള്ള റോഡുകളടക്കം മിക്ക റോഡുകളും BMBC നിലവാരത്തിലേക്ക് മാറി എന്ന് പറയുമ്പോൾ 10-25 കോടി രൂപ ഇതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് നാത്തയ്യത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം അനസ് യൂസഫ് പ്രോജക്ട് ആമുഖം നിർവഹിച്ചു. നടന്ന് വീടുകളിലേക്ക് എത്താൻ കഴിയുന്ന 3 നടപ്പാതകളും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓടകളും പണിഞ്ഞുകൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. അത് വളരെ അഭിമാനമായി തോന്നുന്നു. ഇത്തരം പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ നിങ്ങളെ എല്ലാം വലിയ പിന്തുണയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ റോഡുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പലരും അവരുടെ സ്വന്തം സ്ഥലം ഒരു പൈസ പോലും മേടിക്കാതാണ് ആ സ്ഥലം നമുക്ക് വിട്ടു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവർക്കെല്ലാം എൻ്റെ പേരിലും നിങ്ങളെ ഓരോരുത്തർ പേരിലും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ആശാപ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, അംഗനവാടി അധ്യാപകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം S. സോമൻ മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ഫിലിപ്പ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമയ്യ അഷ്റഫ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ രതി ദേവി, R. രവീന്ദ്രൻ, V. മധു, TA തങ്ങൾ, V. ഗോവിന്ദൻപിള്ള, മഠത്തിൽ രാജു, ഗീതാപിള്ള, EK, ഷിഹാബ്, മണിക്കുട്ടൻ, സുകന്യ NS തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാകുന്നു. പ്രഖ്യാപനം കേരളപ്പിറവി ദിനത്തിൽ. പ്രഖ്യാപനം ചരിത്രമാണെന്ന് മന്ത്രി MB രാജേഷ്. കൊല്ലം ജില്ലയെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു. നിരന്തരവും മികവുറ്റതുമായ പ്രവർത്തനങ്ങളാണ് അതിദാരിദ്ര്യമുക്തി എന്ന നേട്ടത്തിലേക്ക് എത്തിച്ചതെന്ന് മന്ത്രി KN ബാലഗോപാൽ. 3973 കുടുംബങ്ങളെയാണ് ജില്ലയിൽ അതിദാരിദ്ര്യമുക്തമാക്കിയത്. പുനലൂർ മുക്കടവ് ആളുകെറാമലയിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം. ചങ്ങലയിൽ പൂട്ടാൻ ഉപയോഗിച്ച താക്കോൽ കണ്ടെത്തി. നിർണായക തെളിവാകുമെന്ന് പ്രതീക്ഷ.
പടിഞ്ഞാറെ കല്ലടയിൽ വസ്ത്രനിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. 50 പേർക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന കല്ലട ബ്രാൻഡ് വസ്ത്രനിർമ്മാണ യൂണിറ്റാണ് ആരംഭിച്ചത്. തൊഴിൽ മേളയും നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.